ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ 394.9 ഗ്രാം സ്വർണം മാത്രമെന്ന് കണ്ടെത്തൽ. 2019 ചെന്നൈയിൽ തിരുവാഭരണം കമ്മീഷണർ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, വീണ്ടും ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള കാതലായ ഭാഗം എന്നുള്ളത്, അതായത് പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ച നടന്നതിന് ഉണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയുന്നത് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അളവായി വിജിലൻസ് പറയുന്ന രേഖ, രണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് സ്വർണം പൂശിയ ശേഷം കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള പുതിയ സ്വർണത്തിൻ്റെ അളവ്. ഈ രണ്ട് കണക്കുകളിലെയും വൈരുദ്ധ്യമാണ് സ്വർണ്ണക്കവർച്ച എന്നുള്ള കണ്ടെത്തലിലേക്ക് വിജിലൻസിനെ നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും സ്വർണം ഉണ്ട് എന്നുള്ളതാണ്. അന്ന് ഈ വർക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഈ ജോലികൾ നിർവഹിച്ച പലരും പറയുന്നത്, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത അതിൽ വരേണ്ടതുണ്ട്. ഏതാണ്ട് 5 കിലോയോളം സ്വർണം ഉണ്ട് എന്നുള്ളത് പലരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പലരുടെയും പറഞ്ഞു കേട്ടിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു വശമാണ്. പക്ഷേ ഇപ്പോൾ വിജിലൻസ് ഔദ്യോഗികമായി പറയുന്നത് 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നത് 394.9 ഗ്രാമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സ്വർണ്ണക്കവർച്ച എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ ഒരു കണക്ക് വ്യത്യാസമാണ്. ഇത് എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ മഹസറാണ് അതിന് അടിസ്ഥാനപരമായ കാരണം എന്നുള്ളത്. 2019 തിരുവാഭരണം കമ്മീഷണർ ചെന്നൈയിൽ വെച്ച് നടത്തിയ പരിശോധനയുടെ മഹസറാണ് ഇപ്പോൾ നമ്മൾ ജനം ടി വി പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലവിലത്തിൽ സ്വർണത്തിൻ്റെ കുറവ് കൃത്യമായി വന്നിരിക്കുന്നത്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണനാണ് ചെന്നൈയിൽ വെച്ച് സ്മാർട്ട് ക്രിയേഷൻ്റെ സ്ഥാപനത്തിൽ വെച്ച് ഈ സ്വർണത്തിൻ്റെ പരിശോധന നടത്തുന്നത്. അന്ന് ഈ ചെമ്പുപാളികളുടെ തൂക്കം എന്ന് പറയുന്നത്, സ്വർണം പൂശുന്നതിന് മുൻപ് ചെമ്പ് തകിടിൻ്റെ ഭാരം 38,258.1 ഗ്രാം, അതുപോലെ തന്നെ സ്വർണം പൂശിയതിന് ശേഷം 38,653 ഗ്രാം എന്നുള്ളതാണ്. അങ്ങനെ 394.9 ഗ്രാമിൻ്റെ സ്വർണം ഈ ചെമ്പ് പാളികളിൽ, അത് ചെമ്പ് പാളി എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമലയിൽ പതിപ്പിച്ച യഥാർത്ഥ പാളികളല്ല, അതൊന്നുകൂടി ആവർത്തിക്കണം. അവിടെ ഈ വ്യാജ ചെമ്പുപാളികളിൽ പതിപ്പിച്ചത് വെറും 394.9 ഗ്രാമാണ്. ഈ സ്വർണ്ണപ്പാളികളാണ് പിന്നീട് ശബരിമലയിൽ കൊണ്ടുവരുന്നതും സ്ഥാപിക്കുന്നതും. അതും തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യമില്ലാതെ അവിടെ വെച്ച് ഈ പാളികൾ സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ തൂക്കം പോലും രേഖപ്പെടുത്താതെ തികച്ചും ചട്ടവിരുദ്ധമായിട്ടാണ് ഈ പുതിയ പാളികൾ ശബരിമലയിൽ സ്ഥാപിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. അങ്ങനെ ഈ ചെന്നൈയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തിൽ നിന്നും വളരെ വലിയ വ്യത്യാസം ഈ പുതിയ ചെമ്പുപാളികളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് വിജിലൻസ് പോയിരിക്കുന്നത്. വിഷ്ണു, പ്രജിത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി വരും മണിക്കൂർ ലഭ്യമാകുമെന്ന് കരുതുന്നുണ്ട്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.